ഹലോ പ്രിയമുള്ളവരെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി മല്ലികാർജുൻ ഖാർഗെ, KM ഷാജി തുടങ്ങിയ പ്രഗത്ഭരായ നേതാക്കൾ വരുന്നത് കാത്തുകൊണ്ടാണ്. ഞാനത് ചോദിക്കട്ടെ, എത്രയാണ് നമ്മൾ സൂക്ഷിക്കാനാണ്? നമ്മൾ മത്സരിക്ക് ചിഹ്നം കാക്കാനല്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് എക്കാലത്തെയും വമ്പിച്ച ഭൂരിപക്ഷം കൊടുത്ത് ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് വയനാടിന്റെ പ്രതിനിധിയായി പറഞ്ഞയക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഈ പ്രബുദ്ധരായ ജനാധിപത്യ മതേതര വിശ്വാസത്തോട് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. രേഖപ്പെടുത്തിക്കൊണ്ട് ഭൂരിപക്ഷത്തിന്റെ എണ്ണം വർദ്ധിപ്പിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ടുള്ള വാഹന കലാജാഥയാണ് ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നല്ലൊരു കൈയടിയാവാം. അപ്പോൾ നമുക്ക് വിജയത്തിന് ശേഷം ആഘോഷത്തിന്റെ വേളയിൽ നമുക്ക് വീണ്ടും പുതിയ പാട്ടുകളുമായി കേട്ടുമുട്ടാം, കണ്ടുമുട്ടാം. പരിപാടി ആരംഭിക്കുകയാണ്. അദ്ദേഹം വരുന്നതിന് മുൻപ് നമ്മുടെ ബഹുമാനായ KPCC മെമ്പറും മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരും സമാദരണീയരുമായ നേതാക്കളെ, സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ടവരെ, അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പരമാധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നമ്മെ അഭിസംബോധന ചെയ്യുന്നതിനായി സ്പോൺസേഡ് സമരമായി മാറുന്നതിന്റെ കാഴ്ച ഞാനും നിങ്ങളും കണ്ടു. പ്രതിരോധം തീർക്കേണ്ട പ്രതിരോധ സേനയുടെ ആയുധങ്ങൾ പോലും കലാപകാരികളുടെ കൈകളിലേക്ക് കൊടുത്തുകൊണ്ട് ആ കലാപത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ ഇന്ത്യയിൽ, നെഹ്റുവിന്റെ ഇന്ത്യയിൽ കൊണ്ട് അവിടെയും ഒരു സ്വാതന്ത്ര്യത്തിന്റെ, സ്നേഹത്തിന്റെ, ചേർത്തുനിർത്തലിന്റെ ശബ്ദമായി നമ്മൾ കണ്ട മുഖം രാഹുൽ ഗാന്ധിയുടേതാണ്. നമ്മൾ കണ്ട പേര് രാഹുൽ ഗാന്ധിയുടേതാണ്. അത് മണിപ്പൂരിൽ മാത്രം നക്ഷത്രമാണെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അരുവാളും നെൽക്കതിരും ചിഹ്നമാണെങ്കിൽ അവർക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ചിഹ്നം ഉദയസൂര്യനാണെങ്കിൽ ആ ഉദയസൂര്യന് വേണ്ടി വോട്ട് ചോദിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഡൽഹിയിലും ഹരിയാനയിലും പഞ്ചാബിലും ജയിലിലടയ്ക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാളിനെ ഒരു ഭാഗത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് അവിടെ തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഓടി നടന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം തരത്തിലാണ് ഓരോ ദിവസം ചെല്ലും തോറും അവരുടെ പ്രസ്താവനകളും അവരുടെ വിവിധങ്ങളായ സ്റ്റേറ്റ്മെന്റുകളും വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നിന്നുകൊണ്ട് തൊട്ടടുത്ത ദിവസം നരേന്ദ്രമോദി പറഞ്ഞത് ഞാൻ പോലും ഇത്ര രൂക്ഷമായി രാഹുൽ ഗാന്ധിയെ വിമർശിക്കാറില്ല എന്നാണ്. അവിടെയാണ് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യം ഉയരുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രഖ്യാപിത പൊതുശത്രു RSSും സംഘപരിവാറുമാണോ, അതോ ഇപ്പോഴും അന്ധമായ കോൺഗ്രസ് വികാരം വെച്ച് പുലർത്തുന്ന ഈ നാട്ടിലെ CPM-കാരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിയും മുൻ MLA-യും അധികാരമേൽക്കുമ്പോ അത് പിണറായി വിജയനും മതനിരപേക്ഷ ജനാധിപത്യ
പാർട്ടിയുടെ പരമാധ്യക്ഷൻ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രിയോട് നിങ്ങൾ കഴിഞ്ഞ കുറച്ചു ദിവസമായി കോൺഗ്രസിന്റെ പ്രകടന പത്രികയെ കുറിച്ച് ചില പരാമർശങ്ങൾ നടത്തുന്നു, അങ്ങയുടെ ഒരു 10 മിനിറ്റ് സമയം എനിക്ക് തരണം. അങ്ങയ്ക്ക് കോൺഗ്രസ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന വളരെ വിപുലമായ ഇന്ത്യയുടെ നാളെയെ സ്വപ്നം കാണുന്ന, ഇന്ത്യയുടെ വികസനത്തെ സ്വപ്നം കാണുന്ന, ഇന്ത്യയുടെ കുതിപ്പിനെ സ്വപ്നം കാണുന്ന ആ ഭരണഘടന നിങ്ങളുടെ മുന്നിൽ ഒന്ന് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ മുന്നണിക്ക് വേണ്ടി വോട്ട് ചോദിച്ച ശേഷം നമ്മുടെ സുൽത്താൻ ബത്തേരിയിലും എത്തിച്ചേരുകയാണ്. അദ്ദേഹത്തെ ഈ 26-ാം തീയതി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ സ്വയം ഒരു വോട്ട് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ വിലമതിക്കാനാവാത്ത സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നതിനോടൊപ്പം നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ അയൽക്കാർ, അങ്ങനെ ഈ രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും ഈ രാജ്യത്തിന്റെ ഭരണഘടനയും ഇതുപോലെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ വിശ്വാസികളുടെയും സമ്മതിദാനാവകാശം കൈപ്പത്തി അടയാളത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പൈതൃകവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ദേശീയതലത്തിൽ നേതൃത്വം കൊടുക്കുന്ന ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ സാറാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. സ്വാഗതം പറയുന്നതിന് വേണ്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ്, UDFന്റെ ജില്ലാ ചെയർമാനുമായ KK അഹമ്മദ് സാഹിബ് അവരുടെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട മല്ലികാർജുൻ ഖാർഗെ അവരുടെ വേദിയിലെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് MN ആസം അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വോട്ടഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ സുൽത്താൻ ബത്തേരി പട്ടണത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നമുക്കറിയാം, രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ പ്രതിപാദിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ യോഗത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള ഈ യോഗം മഹത്തായ വിജയം ജയിപ്പിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള വയനാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ സഹോദരി സഹോദരന്മാരെയും മാധ്യമ പ്രവർത്തകന്മാരെയും പോലീസ് തുടങ്ങിയ ഈ ജില്ലയിലെ ഉദ്യോഗസ്ഥ പ്രമുഖന്മാരെയും ഒക്കെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ്. AICC പ്രസിഡന്റ് ശ്രീ മല്ലികാർജുന ഖാർഗെ MP, 6-ാം തീയതി നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. നമ്മളൊക്കെ ഹൃദയത്തിൽ സൂക്ഷിച്ചിട്ടുള്ള, ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിച്ച ശ്രീ രാഹുൽ ഗാന്ധി ഇവിടെ ജനവിധി തേടുകയാണ് 2ാം പ്രാവശ്യവും. ആദ്യ തവണ അദ്ദേഹത്തിന് 4,32,000 വോട്ട് നൽകിക്കൊണ്ട് കേരളത്തിൽ അത്ഭുതം സൃഷ്ടിച്ച ജനങ്ങളാണ് നിങ്ങളൊക്കെ തന്നെ എന്ന് നമുക്കറിയാം. 6-ാം തീയതി രേഖപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം വർദ്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ നമ്മുടെ രാജ്യത്തിലെ പ്രധാനമന്ത്രിയെ കടന്നു വരാനുള്ള അവസരം നമുക്ക് ഒരുക്കണമെന്ന് സൂചിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. ദേശീയ അധ്യക്ഷൻ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പരമാധികാരിയുമായ നമ്മുടെ പ്രിയപ്പെട്ട നേതാവിനെ ഹാരമണയ്ക്കുന്നതിന് വേണ്ടി നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ മാണക്കർ അബ്ദുള്ളയും കൺവീനർ പ്രിയപ്പെട്ട DP രാജശേഖരനെയും പ്രൊഫസർ KE വിനയനെയും ക്ഷണിച്ചോളും. I am in the constituency of our young leader Rahul Gandhi ji.
ഞാൻ ഇന്ന് വളരെയധികം സന്തോഷത്തിലാണ്. കാരണം നമ്മുടെ പ്രിയപ്പെട്ട നേതാവിന്റെ പാർലമെന്റ് മണ്ഡലത്തിലാണ് ഞാൻ ഇന്നുള്ളത് എന്നുള്ളത് തന്നെ ഞാൻ അങ്ങേയറ്റം സന്തോഷവാനാണ്. I have got the privilege to serve under Indira Gandhi ji, Rajiv Gandhi ji, then Sonia Gandhi ji, then our former President Rahul Gandhi ji, and today I am a Congress President. ഞാൻ വളരെയധികം അഭിമാനിക്കുന്ന ഒരു കാര്യത്തിൽ എനിക്ക് ഇന്ദിരാഗാന്ധിയുടെ കീഴിലും രാജീവ് ഗാന്ധിയുടെ കീഴിലും സോണിയാഗാന്ധിയുടെ കീഴിലും അതുപോലെ തന്നെ നമ്മുടെ മുൻ പ്രസിഡന്റ് രാഹുൽജിയുടെ കീഴിലും പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് ഓൾ ഇന്ത്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുന്നു. Today, leaders who are sitting on the dais, Sri M.D. Appachan, DCC President, he is presiding over. Sri M.M. Hassan, DCC President, and Balakrishnan, MLA, AP Anil Kumar, P. Siddiq, Ahmad Haji, K.M. Shaji, P. Muhammad, P.V. Mohan, and leaders who are sitting on the dais, and all the people, my brothers and sisters who are sitting here, and media brothers also, I welcome on behalf of my Congress Party AICC. ഈ വേദിയിൽ ഈ പരിപാടിയുടെ അധ്യക്ഷനായിട്ടുള്ള DCCയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ശ്രീ അപ്പച്ചൻ ഉൾപ്പെടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ M.M. ഹസൻജി ഉൾപ്പെടെയുള്ള ഒരുപാട് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും ധാരാളം നേതാക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ധാരാളം ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാധ്യമ സുഹൃത്തുക്കൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I'm happy to be with all of you. We are seeking vote for our young and loving leader, Sri Rahul Gandhi ji. ഇവിടെ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ സ്നേഹസമ്പന്നനായിട്ടുള്ള പ്രിയങ്കരനായിട്ടുള്ള രാഹുൽജിക്ക് വോട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത്. Today we stand at crucial juncture in our nation's history, where the very soul of our country is under attack. നമ്മൾ ഇന്ന് ഈ രാജ്യത്തിന്റെ ഏറ്റവും പ്രതിസന്ധി ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഈ രാജ്യത്തിന്റെ ആത്മാവിനെ പോലും നമുക്ക് നഷ്ടപ്പെടുന്ന ഏറ്റവും പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. We are seeking the Congress party are frozen while BJP illegally collected 13,000 crores donations through the illegal electoral bond. But whatever our Congress party workers have given us in form of donation, they have seized our account and they are not allowing us to draw the amount, nearly 131. ഫ്രീസ് ചെയ്തിരിക്കുന്നു, അത് മരവിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഒരു രൂപ പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പിൻവലിക്കാൻ കഴിയാത്ത വിധം അവർ അക്കൗണ്ട് മരവിപ്പിച്ചിരിക്കുന്നു. പക്ഷെ അവരെന്താണ് ചെയ്യുന്നത്? അവർ നിയമവിരുദ്ധമായ സംവിധാനങ്ങളിലൂടെ ഒരുപാട് പണം, അഴിമതി പണം അവർ അവരുടെ അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രീകരിക്കുന്നു. Prime Minister brands 25 opposition leaders as corrupt, but then gives them a red carpet welcome in his party. And today they are. ഒരു വാഷിംഗ് മെഷീൻ അല്ല, ഇത് ഒരു വലിയ വാഷിംഗ് മെഷീനാണ്. അതിലേക്ക് ഈ രാജ്യത്തെ അഴിമതിയിൽ മുങ്ങിയിട്ടുള്ള നേതാക്കളെ അതിലേക്ക് ഇട്ട് വെളുപ്പിച്ചെടുക്കുന്ന പണിയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. So such a big machine they have kept. രാഹുൽജിയെ പേടിക്കുന്നു എന്നുള്ളതാണ് ആ കാരണം. He afraid of Priyanka Gandhi. He afraid of Sonia Gandhi. And he afraid of you.
People who stand to it, democracy, he upgrades of them. People who stood with constitution, he upgrades of them. Therefore, Modi himself, Modi, he looks like a lawyer, but in our Hindi they say, അത് പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കാണ് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് വർഗീയത വരുത്താൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത് കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. ഈ രാജ്യത്തെ പാവപ്പെട്ടവനും ഈ രാജ്യത്തെ സ്ത്രീക്കും ഈ രാജ്യത്തെ തൊഴിലാളികൾക്കും ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരെയും ഉദ്ദേശിച്ചുള്ള ഒരു മാനിഫെസ്റ്റോയാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പറയാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. And in UPA, we have given some guarantees, some rights without asking money. For example, the Narega scheme, Sonia Gandhi gave. And at that time, the same BJP people told, by giving Narega, they have created. നരേന്ദ്രമോദി എല്ലാ കാലത്തും പറഞ്ഞു വെക്കും, ഞാൻ ജനാധിപത്യം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഭരണഘടന അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു വെക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ നശിപ്പിച്ചത് നരേന്ദ്രമോദിയാണ്. ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഈ രാജ്യത്തിന്റെ മതേതര സ്വഭാവത്തെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, അച്ഛാധിനായക നല്ല ദിനങ്ങൾ വരുന്നു. എവിടെയാണ് നിങ്ങളുടെ നല്ല ദിനങ്ങൾ? ഈ രാജ്യത്തിന് നല്ല ദിനങ്ങൾ സമ്മാനിക്കാൻ നിങ്ങൾക്ക് എവിടെയാണ് കഴിഞ്ഞത്? Modi toured entire world 14 times. He went from country to country. Outside Sampurnananda statue, after coming from that campus, they put Ganga Jal on that because it became apavitra. So ആർഎസ്എസിന്റെയും ബിജെപിയുടെയും അവരുടെ ചിന്ത വർഗീയത മാത്രമാണ്. ഞാൻ കൂടുതലൊന്നും പറഞ്ഞു വെക്കുന്നില്ല, കാരണം സമയപരിധി വളരെ കുറവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽജിയെ കഴിഞ്ഞ തവണ 4 ലക്ഷം വോട്ടാണ് ലഭിച്ചതെങ്കിൽ ഇത്തവണ അത് 5 ലക്ഷം കടത്തേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. before 51, the literacy rate 18.59 we have given to you. 25 guarantees we have to do. With this guarantee, we will fulfill all our promises which will benefit to you. This is my only humble request to you. Kindly vote for Congress, vote for hand symbol, vote for Rahul Gandhi and make the country prosperous and united. Thank you very much. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഗർജിക്കുന്ന മുഖം നമ്മുടെ യുവജന നേതാവ് KM ഷാജി XML അവരിലേക്ക്. ഇലക്ഷന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ അവസാനിക്കാൻ അധികം സമയമൊന്നും പാടില്ല. നമ്മുടെ നാട്ടില് മറ്റെല്ലാ തെരഞ്ഞെടുപ്പുകളെ പോലെ നിങ്ങൾ ഓർത്ത് നോക്കുക, ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഇന്ത്യയിലെ 600 അഭിഭാഷകന്മാർ സുപ്രീം കോടതിക്ക് കത്തെഴുതിയത് ഈ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയുടെ വിശ്വാസ്യത പരിരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ്. അധിപതിയാണ് ഇന്ത്യയെ ഭരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. രാജ്യത്തെ അത്തരത്തിൽ ഓട്ടോക്രാറ്റിക് ഡെമോക്രസി എന്ന വിശേഷണം രാജ്യത്തിന് അപമാനകരമായ ഒന്നാണ്. രാജ്യത്തെ പട്ടിണിയുണ്ട്, വിശപ്പുണ്ട്, ദാരിദ്ര്യമുണ്ട്, എല്ലാം ഉണ്ട്. സ്ത്രീകളുടെ സുരക്ഷയുടെ പ്രശ്നമുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ഗാന്ധിജി പറഞ്ഞതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ. പക്ഷേ നരേന്ദ്രമോദി പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ ഈ രാജ്യം സമ്പന്നന്മാരാകും നിറയുകയാണ്. ഇത്തവണ ബോംബെ 2024 ബോംബെ ഒരു മില്യണർ സിറ്റിയായി സമ്പന്ന നഗരമായി മാറിയിരിക്കുന്നുണ്ടാണ്. അത് വസ്തുതാപരമായ കാര്യമാണ്. 2023 വരെ ബീജിംഗ് ആയിരുന്നു ലോകത്തിലെ സമ്പന്ന നഗരം. 2024 ആകുമ്പോഴേക്കും അത് ബോംബെ ആയി.